അങ്ങനെ കാത്തിരുന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. പക്ഷേ ചില കോണുകളിൽ നിന്നും വലിയ പരാതികളും ഉയർന്നു തുടങ്ങി. ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നത് സാധാരണ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ്. NSSൻ്റെയും SNDPയുടെയും നേതാക്കളുടെ ഭാഗത്തു നിന്നും. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുണ്ടായിട്ട് പോലും, പരിചയമുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഒഴിവാക്കിയതിനാണ് വലിയ വിയോജിപ്പ് NSS നേതൃത്വത്തിന് ഉള്ളത്. അതവർ പരസ്യമാക്കി വീണ്ടും പറയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചില ഘടകകക്ഷികളുടെ ഇടപെടലാണ് വി ഡി സതീശന് മുഖ്യമന്ത്രി പദം കിട്ടാൻ അവസരമൊരുക്കിയതെന്നാണ് NSS നേതാവിൻ്റെ പരാതി. ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നാൾ മുതൽ തന്നെ, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ NSSൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും വി ഡി സതീശൻ എന്ന നേതാവ് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്: വർഗീയതയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരും, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയെന്ന്. എന്നാൽ അതിനും അപ്പുറം ചില താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ വി ഡി സതീശൻ വീഴ്ച വരുത്തി എന്നുള്ളത് NSSന് നല്ലവണ്ണം അറിയാം. പല നേതാക്കളും NSS നേതാക്കന്മാരെ കാണാൻ ചെല്ലുന്നത് പോലെ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഈ സമീപകാലത്തെങ്ങും ഉണ്ടായില്ല. അതിലെ വിദ്വേഷവും അവർക്കുണ്ട്. എന്തായാലും പരാതി വലിയ തരത്തിലാണ്. മുഖ്യമന്ത്രി ആയി നിയോഗം ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ NSS അവരുടെ പരാതി ഉയർത്തി. ഏറെ വൈകാതെ തന്നെ SNDP നേതൃത്വവും പരാതിയുമായി എത്തി. KC വേണുഗോപാലാണ് പരമയോഗ്യൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. എന്നാൽ ചില ഘടകകക്ഷികൾ വലിയ തരത്തിൽ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോയതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പരാതി. അങ്ങനെ രണ്ട് സാമുദായിക നേതാക്കന്മാരും ആദ്യഘട്ടത്തിൽ തന്നെ രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതും നിയുക്ത മുഖ്യമന്ത്രിക്കെതിരെ. ഈ പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, പല ആവർത്തി ഉണ്ടായിരുന്നു. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി മത്സരിക്കുന്ന സമയത്തോ അതിനു മുമ്പോ ഒന്നും ഇവരെ ആരെയും കാണാൻ പോയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതും പിന്നീട് ചർച്ചയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഈ വിഷയങ്ങൾ ഇനി ഉയർന്നു വരും, അത് വലിയ ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അതിനിടയിലാണ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന 2 MLAമാർ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ചടയമംഗലത്ത് നിന്ന് വിജയിച്ച MM നസീറും റാന്നിയിൽ നിന്ന് വിജയിച്ച പഴകുളം മധുവും. ഇരുവരും പറയുന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നും KC വേണുഗോപാലിനെതിരെ ശക്തമായ അപവാദ പ്രചരണങ്ങൾ നടത്തി. ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു, അത് വലിയ വാർത്തയാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടതെന്നാണ് അവരുടെ വാദം. ആ കേന്ദ്രം ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കാണെന്നും അവർ പറയുന്നു. എന്തായാലും ഒരു തരത്തിലല്ലെങ്കിൽ പലതരത്തിലുള്ള പരാതികൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കാരണം KC പക്ഷത്തെ ശക്തന്മാരായ 2 നേതാക്കന്മാരായിരുന്നു MM നസീറും പഴകുളം മധുവും. ഇരുവർക്കും സീറ്റ് സംഘടിപ്പിച്ചു കൊടുത്തത് KC വേണുഗോപാൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്നേഹം അവർ ഏറെ നാൾ വെച്ച് പുലർത്തുകയും ചെയ്യും. എന്നാൽ ആരാണ് ഇത്തരത്തിൽ ഈ സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, ഈ അപവാദ പ്രചരണം നടത്തുന്നത്? എന്ത് തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളാണ് നടത്തപ്പെടുന്നത്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമായി നിലകൊള്ളുകയാണ്. ഇവർക്ക് 2 പേർക്കുമെതിരെയല്ല, KC പക്ഷത്തെ അനുകൂലിച്ച പല MPമാർക്കും MLAമാർക്കുമൊക്കെ ഇതൊരു അനുഭവമാണ്. അവർക്കെതിരെയുമൊക്കെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. തെരഞ്ഞെടുപ്പ് വരും, ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല, ഒരാൾക്ക് മാത്രമേ ആകാൻ കഴിയുകയുള്ളൂ. അതും സംഭവിക്കും. എന്നാൽ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സഹായിക്കുന്നവരെ, എതിർപക്ഷത്ത് നിൽക്കുന്നവരെ സഹായിക്കുന്നവരെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത്, അല്ലെങ്കിൽ കളിയാക്കുന്നത്, അപഹസിക്കുന്നത് അത്ര ശരിയായ രീതിയല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇനി ഇങ്ങനെ നീണ്ടുപോകും. വരും ദിവസങ്ങളിൽ വേറെ ചില പരാതികളും ഒക്കെ ഉയരും. പക്ഷേ എങ്കിൽ തന്നെയും സാമുദായിക സംഘടനാ നേതാക്കന്മാർ പരസ്യമായി രാഷ്ട്രീയ രംഗത്തെത്തുന്നതും വാദഗതികൾ ഉന്നയിക്കുന്നതുമൊക്കെ വലിയ തരത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്.
അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം പരാതികൾ ഒക്കെ തന്നെ നിയുക്ത മുഖ്യമന്ത്രിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെയൊക്കെ ധർണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും പറയുന്നു.